Hi dears, ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ബികോം FIUGയുടെ ഭാഗമായിട്ട് വരുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന പേപ്പറിൻ്റെ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് ആണ്. നമ്മൾ ഈ ഒരു പേപ്പർ എക്സാമിന് വേണ്ടി തയ്യാറപ്പെടുത്തുമ്പോൾ ഏതെല്ലാം ഏരിയക്ക് പ്രാധാന്യം നൽകണം, ഏതെല്ലാം ഏരിയയിൽ നിന്ന് 3 മാർക്ക് 6 മാർക്ക് 10 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും എന്നത് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ക്ലാസ്സാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ചാനലിലൂടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് സന്ദർശിക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ സിലബസിൽ 4 മൊഡ്യൂളുകളാണ് വരുന്നത്. അതിൽ ഒന്നാമത്തെ മൊഡ്യൂൾ വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു സിംഗിൾ എൻട്രി സിസ്റ്റം ആണ്. രണ്ടാമത്തെ മൊഡ്യൂൾ അക്കൗണ്ടിങ് ഫോർ ബ്രാഞ്ചസ് ആണ്, ബ്രാഞ്ച് അക്കൗണ്ടിങ് ആണ്. മൂന്നാമത്തത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ടാണ്. നാലാമത്തത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീൻ്റെ ഫൈനൽ അക്കൗണ്ടാണ്. അത് ഷെഡ്യൂൾ പ്രകാരമായിരിക്കണം എന്ന് കൃത്യമായിട്ട് സിലബസിൽ പറയുന്നുണ്ട്. അപ്പോൾ ഓരോ മൊഡ്യൂളിലെയും കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇവിടെ ഫസ്റ്റ് തന്നെ പറയാനുള്ളത് എല്ലാ മൊഡ്യൂളിനും ഒരുപോലെ പ്രാധാന്യമുണ്ട്. എല്ലാ മൊഡ്യൂളിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓരോ മൊഡ്യൂളിലെയും പ്രധാനപ്പെട്ട ഏരിയ മനസ്സിലാക്കിയിട്ട് അത് കൃത്യമായിട്ട് പഠിക്കാം. മൊഡ്യൂൾ 1 ഇൻട്രൊഡക്ഷൻ ടു സിംഗിൾ എൻട്രി സിസ്റ്റം. ഈ ഒരു മൊഡ്യൂൾ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റം. അപ്പോൾ ഇതിൻ്റെ ഒരു മീനിങ് കൃത്യമായിട്ട് പഠിക്കാം. അതുമായി ബന്ധപ്പെട്ട ചോദ്യം യൂണിവേഴ്സിറ്റി എക്സാമിന് എന്തായാലും ഉണ്ടായിരിക്കും. സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡബിൾ എൻട്രി ഫോളോ ആയിരിക്കാം. നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്, ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്നതാണ്. പക്ഷേ സിംഗിൾ എൻട്രിയിൽ എന്തില്ല, ഈ സ്ട്രിക്റ്റ് ഡബിൾ എൻട്രി ഫോളോ ചെയ്യില്ല. അപ്പോൾ എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റം, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്, നിർബന്ധമായിട്ടും ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിച്ചു വെക്കുക. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്ന് വരും. 3 മാർക്കിന് സിംഗിൾ എൻട്രി സിസ്റ്റം, ഇതിലെ ഒബ്ജക്റ്റീവ്സോ അഡ്വാൻറ്റേജസോ ലിമിറ്റേഷനോ അല്ലെങ്കിൽ ഫീച്ചേഴ്സോ 6 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിന് തന്നെ വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഇവിടെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ചോദ്യമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ എൻട്രി സിസ്റ്റം ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റം. അപ്പോൾ സിംഗിൾ എൻട്രിയും ഡബിൾ എൻട്രിയും തമ്മിലുള്ള ഡിഫറൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് സിംഗിൾ എൻട്രി ആണ്. 3 ടൈപ്സ് ഓഫ് സിംഗിൾ എൻട്രി വരുന്നത്, ഒന്ന് പ്യുവർ സിംഗിൾ എൻട്രി, ഒന്ന് സിംഗിൾ എൻട്രി, മറ്റൊന്ന് കോസി സിംഗിൾ എൻട്രി. അങ്ങനെ 3 ടൈപ്സ് വരുന്നത്. ആ 3 ടൈപ്സും കൃത്യമായിട്ട് മനസ്സിലാക്കുക. പ്യുവർ, സിംഗിൾ, കോസി. ദെൻ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്, ആ ഒരു ടേമിൻ്റെ മീനിങ് കൃത്യമായിട്ട് പഠിച്ചു. അതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 3 മാർക്കിനൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് വാട്ട് യു മീൻ ബൈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. പിന്നീട് ഇവിടെ നമ്മൾ പ്രോബ്ലംസ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള പ്രോബ്ലംസാണ്. ഇവിടെ നിന്നൊരു ചോദ്യം പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാനുള്ള പ്രോബ്ലം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ കൺവേർഷൻ മെത്തേഡ് എന്താണെന്ന് പഠിച്ചേക്കുക. തിയറി പഠിച്ചാൽ മതി. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം പരീക്ഷയ്ക്ക് വരാൻ റയർ ചാൻസ് മാത്രമേ ഉള്ളൂ, ചെറിയ ചാൻസ് ഉള്ളൂ. അപ്പോൾ പ്രോബ്ലം തന്നെയാണ് അവിടെ കൃത്യമായിട്ട് പഠിക്കേണ്ടത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും ബാലൻസ് ഷീറ്റ് തന്നെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റു ചെറിയ പ്രോബ്ലംസൊക്കെ ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചേക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് വേണമെങ്കിൽ ചാനൽ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് സിംഗിൾ എൻട്രി സിസ്റ്റം എന്താണെന്നിരിക്കണം, സിംഗിൾ എൻട്രിയും ഡബിൾ എൻട്രിയും തമ്മിലുള്ള ഡിഫറൻസ് അറിഞ്ഞിരിക്കണം. 3 ടൈപ്സ് ഓഫ് സിംഗിൾ എൻട്രി ഉണ്ട്. ആ 3 ടൈപ്സ് അറിഞ്ഞിരിക്കണം. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്, ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് കാണാനുള്ള പ്രോബ്ലം, ദെൻ എന്താണ് കൺവേർഷൻ മെത്തേഡ്, സിംഗിൾ എൻട്രിയിൽ നിന്ന് ഡബിൾ എൻട്രിയിലേക്ക് എന്ത് ചെയ്യാണ്, കൺവേർട്ട് ചെയ്യാണ്. അതാണ് കൺവേർഷൻ. നെക്സ്റ്റ് മൊഡ്യൂൾ 2 അക്കൗണ്ടിങ് ഫോർ ബ്രാഞ്ചസ്. ഈ ഒരു മൊഡ്യൂൾ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ബ്രാഞ്ച് അക്കൗണ്ട്സ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സും ഫീച്ചേഴ്സും കൃത്യമായിട്ട് പഠിക്കാം. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിനൊക്കെ ഈ ഭാഗത്ത് ചോദ്യങ്ങൾ വന്നിരുന്നു. ഫീച്ചേഴ്സ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ട്സ് ചോദിച്ചിരുന്നു. അപ്പോൾ ബ്രാഞ്ച് അക്കൗണ്ട് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഫീച്ചേഴ്സ് നിർബന്ധമായിട്ടും പഠിക്കാം. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ബ്രാഞ്ച്. 2 ബ്രാഞ്ചുകളാണുള്ളത്. ഒന്ന് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചും മറ്റൊന്ന് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചും. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ബ്രാഞ്ചാണിത്, ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച്. ദെൻ ഹെഡ് ഓഫീസിൽ നിന്നും ഡിപ്പെൻഡ് ചെയ്യാതെ
മറ്റു ബ്രാഞ്ചുകളിൽ നിന്ന് ഡിപ്പെൻഡ് ചെയ്യാതെ പ്രവർത്തിക്കുന്ന ബ്രാഞ്ചാണെന്ത് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച്. ഇനി ഇതിൽ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ കേസിലുള്ള കുറേ മെത്തേഡ്സുകൾ അക്കൗണ്ടിങ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട മെത്തേഡാണ്. ഒരു മെത്തേഡ് ഡെപ്റ്റർ സിസ്റ്റം, മറ്റൊരു മെത്തേഡ് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റം. ഈ രണ്ട് മെത്തേഡും കൃത്യമായിട്ട് പഠിക്കണം. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം അറിഞ്ഞിരിക്കണം. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഡെപ്റ്റർ സിസ്റ്റം. ഇവിടെ ബ്രാഞ്ച് അക്കൗണ്ട് ഒറ്റ അക്കൗണ്ട് ഡെപ്റ്റർ സിസ്റ്റം പ്രകാരം പ്രിപ്പയർ ചെയ്യുള്ളൂ. ആ അക്കൗണ്ടിന് പറഞ്ഞ പേരാണത് ബ്രാഞ്ച് അക്കൗണ്ട്. ഈ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഈ ഒരു പരീക്ഷയ്ക്ക് അവിടുന്ന് ചോദ്യം ഉണ്ടായിരിക്കും. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ 6 മാർക്കിനും സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റം പ്രകാരം വ്യത്യസ്തമായിട്ടുള്ള അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനും ആയിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യം ചിലപ്പോൾ ഇനി വന്നോളുന്നില്ല. പക്ഷേ ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൻ്റെ പ്രോബ്ലം ഇനിയും വരാൻ സാധ്യതയുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. നെക്സ്റ്റ് വരുന്ന ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ കേസിൽ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. ഒന്ന് ക്യാഷ് ഇൻ ട്രാൻസിറ്റും ഒന്ന് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റും. അപ്പോൾ എന്താണ് ക്യാഷ് ഇൻ ട്രാൻസിറ്റ്, എന്താണ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, അതുമായി ബന്ധപ്പെട്ട ജേർണൽ എൻട്രി നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ക്യാഷ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഓൺ ദി വേ എന്നാണ്. അതായത് നമ്മളിപ്പോൾ ബ്രാഞ്ചിൽ നിന്ന് ക്യാഷ് എന്ത് ചെയ്തിട്ടുണ്ട്, അയച്ചിട്ടുണ്ട്. ആ അക്കൗണ്ടിങ് പീരീഡ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എവിടെ എത്തിയില്ല, ഹെഡ് ഓഫീസ് എത്തിയിട്ടില്ല. അപ്പോൾ ക്യാഷ് സെൻഡാണ്, നോട്ട് റിസീവ്ഡ് ആണ്. ഇത് ഹെഡ് ഓഫീസിൽ എത്തിയിട്ടില്ല. ഗുഡ്സും അത് തന്നെയാണ്. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് പറയുന്നത് ഗുഡ്സ് ഓൺ ദ വേ. ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ അക്കൗണ്ടിങ് പീരീഡ്, അതായത് ഇപ്പോൾ മാർച്ച് 31 നമ്മൾ എന്ത് ചെയ്യുക, അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. അത് ഹെഡ് ഓഫീസ് എത്തുന്നത് ഏപ്രിൽ 3 അല്ലെങ്കിൽ ഏപ്രിൽ 1 ഈ മാർച്ച് 31 ശേഷമാണെങ്കിൽ അതിൻ്റെ പഠന പേരാണെന്ത്, ക്യാഷ് ആണ് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയും. ഗുഡ്സ് ആണെങ്കിൽ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. അപ്പോൾ മീനിങ് കറക്റ്റ് മനസ്സിലാക്കുക. ക്യാഷ് ഇൻ ട്രാൻസിറ്റ് എന്താണ്, ക്യാഷ് ഓൺ ദ വേ. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റോ ഗുഡ്സ് ഓൺ ദ വേ. നെക്സ്റ്റ് മൊഡ്യൂൾ 3 ഫൈനൽ അക്കൗണ്ട് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലേ. സർവീസ് ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണിത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. എക്സാമ്പിൾ പറഞ്ഞാൽ ഹോസ്പിറ്റല്, കോളേജ്, സ്കൂള്, ക്ലബ്ബുകൾ, അത്തരം കാര്യങ്ങൾക്ക് എന്ത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അതിൻ്റെ ഫീച്ചേഴ്സും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ദെൻ പിന്നെ ഇവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയാണ് ഫൈനൽ അക്കൗണ്ട് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. 3 അക്കൗണ്ടുകളാണ് ഇവിടെ വരുന്നത്. ഒന്ന് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, മറ്റൊന്ന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ദെൻ ബാലൻസ് ഷീറ്റ്. ആ ഫൈനൽ അക്കൗണ്ട് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ 1 റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ്, 2 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ്, 3 ബാലൻസ് ഷീറ്റാണ്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. കൃത്യമായിട്ട് അതിൻ്റെ മീനിങ് അറിഞ്ഞിരിക്കണം. നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്തതാണ്. അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ പ്രോബ്ലം അറിഞ്ഞിരിക്കണം. എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സ്, പ്രോബ്ലം. ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ്. നമുക്ക് ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തരും. അത് വെച്ചിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ചിലപ്പോൾ അതിലെന്തും കൂടി ഉണ്ടായിരിക്കും, ബാലൻസ് ഷീറ്റും കൂടിയും പ്രിപ്പയർ ചെയ്യാനുള്ള ചോദ്യം ഉണ്ടായിരിക്കും. ഇതിൻ്റെയൊക്കെ പ്രോബ്ലംസ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ വീഡിയോസ് വാച്ച് ചെയ്യാം. പിന്നീട് ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും. കൃത്യമായിട്ട് മനസ്സിലാക്കുക. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കൃത്യമായിട്ടും പഠിച്ചിരിക്കണം. 6 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അപ്പോൾ ഇവിടുന്ന് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഭാഗത്തു നിന്നും ചോദ്യം വന്നിട്ടുണ്ട്. പിന്നീട് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേമുകളാണ്. എന്താണ് സബ്സ്ക്രിപ്ഷൻ, മെമ്പർഷിപ്പ് ഫീ ആണ് എന്ത് സബ്സ്ക്രിപ്ഷൻ, എൻഡോൺമെൻറ്റ് ഫണ്ട് എന്താണ്, ലെഗസി എന്താണ്. ലെഗസി എന്ന് പറഞ്ഞാൽ കേട്ടോ എമൗണ്ട് റിസീവ്ഡ് വിൽ ഓഫ് ഡിസീസ്ഡ് പേഴ്സൺ കേട്ടോ. എമൗണ്ട് റിസീവ്ഡ് വിൽ ഓഫ് ഡിസീസ്ഡ് പേഴ്സൺ ആണെന്ത് ലെഗസി. അതൊരു ക്യാപിറ്റൽ നാച്ചുറലുള്ള റെസിപ്റ്റ് ആണെന്ത് ലെഗസി. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ക്യാപിറ്റൽ നാച്ചുറലുള്ള റെസിപ്റ്റ് ആണെന്ത് ലെഗസി. നെക്സ്റ്റ് മൊഡ്യൂൾ 4 ഫൈനൽ അക്കൗണ്ട് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. വളരെ പ്രധാനപ്പെട്ട മൊഡ്യൂളാണ്. ഈ മൊഡ്യൂളിൽ ഒരുപാട് കണ്ടൻറ്റ് ഉണ്ട്. പക്ഷേ എല്ലാ കണ്ടൻറ്റും നിങ്ങൾ വായിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആ കണ്ടൻറ്റ് എന്ത് ചെയ്യുക, നല്ലോണം പ്രാധാന്യം നൽകിയിട്ട് അത് വായിക്കാം. ഇവിടെ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ടിൽ വരുന്നത് 3 സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ,
അതായത് ബാലൻസ് ഷീറ്റ്, അതിൻ്റെ ഷോർട്ട് SOFP. കൃത്യമായിട്ട് മനസ്സിലാക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ അതെന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സും കൃത്യമായിട്ട് പഠിക്കുക. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് SOPL അതെന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സും കൃത്യമായിട്ട് പഠിച്ചേക്കുക. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി SOCE. അപ്പോൾ ഈ 3 കാര്യങ്ങളും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇനി ഇവിടെ പ്രോബ്ലം അറിഞ്ഞിരിക്കേണ്ടത് 2 ഏരിയയിലാണ്. ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, ബാലൻസ് ഷീറ്റ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാൻ. അത് ഷെഡ്യൂൾ 3 പ്രകാരം തന്നെ ആയിരിക്കണം. സിലബസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് നോട്ട് വെച്ചിട്ടുള്ള വെർട്ടിക്കൽ ഫോർമാറ്റിലുള്ള എന്തെന്നെ പഠിക്കണം, ഫൈനൽ അക്കൗണ്ട് തന്നെ പഠിക്കണം. ഹൊറിസോണ്ടൽ ഫോർമാറ്റിൽ പറ്റില്ല. അപ്പോൾ ബുക്കിൽ പറയുന്ന ഷെഡ്യൂൾ പ്രകാരമുള്ള പ്രോബ്ലംസ് അതേ രീതിയിൽ തന്നെ കൃത്യമായിട്ട് ഇവിടെ പഠിക്കാം. ദെൻ പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ടേമാണ് IFRS. IFRSൻ്റെ ഫുൾ ഫോം ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ എല്ലാ രാജ്യങ്ങളിലെയും എന്ത് ചെയ്യുന്നു, ഒറ്റ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്ത അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് IFRS, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്. ഇനി ഈ ഒരു പേപ്പറിൽ ഒരുപാട് ടേമുകളുണ്ട്. അത്തരം ടേമുകളൊക്കെ നമുക്ക് പല ഭാഗത്തു നിന്നും അറിയുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അസറ്റ്, ലാബിലിറ്റീസ്, അതിൽ തന്നെ കറണ്ട് അസറ്റ്, ഫിക്സഡ് അസറ്റ്, അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ അറിഞ്ഞിരിക്കണം. അതിൽ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു 2-3 ഏരിയാസ് ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് കണ്ടിജൻറ്റ് ലാബിലിറ്റി. പലപ്പോഴും യൂണിവേഴ്സിറ്റി എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ടേമാണ്. 3 മാർക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കണ്ടിജൻറ്റ് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ ആക്ച്വൽ ലാബിലിറ്റി. ഇറ്റ് മേ ഓർ മേ നോട്ട് ബി ലാബിലിറ്റി ഇൻ ഫ്യൂച്ചർ. എന്താണ്? ഇറ്റ് ഈസ് നോട്ട് എ ആക്ച്വൽ ലാബിലിറ്റി. ഇറ്റ് മേ ഓർ മേ നോട്ട് ബി ലാബിലിറ്റി ഇൻ ഫ്യൂച്ചർ. നിലവിൽ എന്തല്ല, അത് ലാബിലിറ്റി അല്ല, ഭാവിയിൽ ലാബിലിറ്റി ആയി വരാം. ദെൻ എന്താണ് പ്രൊവിഷൻ? അല്ല, ഒരു ഫേം അൺഫോൺസീൻ കണ്ടിജൻസീസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഫണ്ടാണിത് പ്രൊവിഷൻ. ദെൻ റിസർവ് എന്താണ്? ആ പ്രൊവിഷനും റിസർവും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ 3 സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പ്രോബ്ലം അറിഞ്ഞിരിക്കണം. IFRS എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ദെൻ കുറേ ടേമുകൾ, അസറ്റുകൾ, ലാബിലിറ്റീസ്, അതിൽ ഏറ്റവും മെയിനായിട്ട് കണ്ടിജൻറ്റ് ലാബിലിറ്റി, പ്രൊവിഷൻസ്, റിസർവ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം. അപ്പോൾ നമ്മൾ 4 മൊഡ്യൂളിലെയും കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഒരുപാട് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്ലാസ്സുകളും പൂർണ്ണമായിട്ടും വാച്ച് ചെയ്യുക. ഓക്കെ, താങ്ക് യു.